എന്താടോ താൻ പുറത്തന്നെ ഇരിക്കുന്നേ? എടാ ഇടിക്കുളെ, ഞാൻ പറഞ്ഞപ്പോ താൻ ഇത് വിശ്വസിച്ചില്ലല്ലോ. താനൊരു സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ട് തന്നോട് ഞാൻ ഇത് പറഞ്ഞു. എടോ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ മക്കളെ ചിരിക്കുക. എടോ താൻ പറയുന്നത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ അതിനെന്തെങ്കിലും തെളിവുണ്ടോ? താൻ ഇന്നലെ പറഞ്ഞ ഈ CCTV പറഞ്ഞ ഗോസ്റ്റിന്റെ രൂപം അതിലില്ലല്ലോ, പിന്നെ എങ്ങനെ വിശ്വസിക്കും? താൻ വാ അകത്തേക്കിരിക്കും. ഈ പ്രശ്നം തീരാതെ ഇതിനകത്ത് കയറുന്ന പരിപാടിയില്ല. താൻ എന്താ കൊച്ചു കുട്ടികളെ പോലെ ഇന്നലെ വരുമ്പോൾ FM എന്തോ കേട്ടുകൊണ്ട് വന്നതാണെന്നും അതിന് ശേഷമാണ് ഇങ്ങനെയെന്നൊക്കെ. അതെ എടോ, ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയും, അത് പല രീതിയിലും നമ്മുടെ മനസ്സിൽ പ്രതിഫലിക്കും. ഞാനല്ലേ പറഞ്ഞു, താൻ വാ. ഒരാൾ പറഞ്ഞിട്ട് വിശ്വസിക്കില്ല. വൈഫിനോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കുടിച്ച് ഓവറാക്കിയിട്ടാണ്. എടാ ഇടിക്കുളെ, താൻ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെയല്ല, ഓരോ തോന്നലുകളാണ്. ഓക്കെ എന്നാൽ താനൊരു കാര്യം ചെയ്യും, താൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്ക്. എന്നിട്ട് തനിക്കൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ തിരിച്ചെടുത്തോളാം. എന്താടോ, നമുക്കിടയിൽ പരസ്പരം വിശ്വസിക്കാൻ ചാലഞ്ചൊക്കെ വേണോ? അല്ലേ ഞാൻ പറയുന്നത് വിശ്വസിക്കണം. എന്തേ പേടിയുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞേ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ ചലഞ്ച് ഏറ്റെടുക്കണം. അതെ, ഇന്ന് നൈറ്റ് ഇവിടെ നിൽക്കണം. അങ്ങനെയാണ് താൻ ഓക്കെ ആവുമല്ലോ? ഓക്കെ അല്ലേ? എടോ, ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. താൻ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാ. ഡ്രസ്സ് എൻ്റെ എടുത്തോ, ചാവിത ആത്തിന്റെ ഡ്രസ്സ് നീ അത് എടുത്തിട്ടോ. അപ്പൊ താൻ പോവുകയാണോ? അപ്പൊ എനിക്ക് ഫുഡൊക്കെ ഞാൻ അവിടെ കൊണ്ടുവെക്കും, നീ എടുത്ത് കഴിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തു. ഓക്കെ. തൻ്റെ കൂടെ പഠിച്ചു പോയി എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സാരമില്ല. എടീ, നീ വരുന്നില്ല, ഒരു മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ രാത്രി മീറ്റിംഗ് എന്താന്ന് എനിക്ക് അറിയാം. എടീ, നീ വിചാരിക്കുന്ന പോലെ അല്ല. ഇത് ഞാൻ ശരിയാക്കി തരാം. പിന്നെ നിങ്ങക്ക് നേഴ്സുമാരോടുള്ള മീറ്റിംഗ് എനിക്കൊന്നും അറിയില്ലാന്ന് വിചാരിച്ചോ? എടീ, ഞാൻ സൂര്യന്റെ വീട്ടിലാണ്. എന്നാ ഒന്ന് സൂരജിന് ഫോൺ കൊടുക്ക്. എടീ, അവൻ പുറത്തു പോയതാ, ഇപ്പൊ വരും. പിന്നെ ഞാൻ വിശ്വസിച്ചു. എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയാം. മാരണമായല്ലോ. അതേടോ, തനിക്കിപ്പോ ഞാൻ മാരണമാണ്. എടി, ഞാൻ നിന്നെയല്ല പറഞ്ഞത്. നീ ഫോൺ വെക്കേ, ഞാൻ പിന്നെ വിളിക്കാം. ഇടിക്കുളെ, കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ പൊന്നു സൂരജ്, ഇവിടെ ഒരു കുഴപ്പമില്ല. താൻ എന്നെ വെറുതെ ഇറങ്ങാറാക്കിയതാണ്. ഏതായാലും നിന്നില്ലേ, നാളെ നേരം വിളിക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യേ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തെ CCTV പറഞ്ഞാൽ മതി, ഞാൻ കണ്ടോളാം. എടോ, വൈഫ് ഞാൻ ഇവിടെയാണെന്നിട്ട് വിശ്വസിക്കുന്നില്ല. താൻ ഒന്ന് ഇവിടെ വാ. അത് ഞാൻ പറഞ്ഞോളാം. ഇടിക്കുളെ, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഞാൻ വാങ്ങിയ വീടാണ്. ഒരു മാസം തികച്ച് താമസിച്ചിട്ടില്ല. ഇനി അവിടെ താമസിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. നീ ടെൻഷൻ അടിക്കാതെ, എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്തായാലും ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടല്ലോ, നമുക്ക് നാളെ കാണാം. താൻ സമാധാനമായി കിടന്നുറങ്ങി. തനിക്കുള്ള ഫുഡ് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അവിടെ എത്തും. ഓക്കെ.
ഇപ്പൊ സൂരജ് പറഞ്ഞ സത്യമായിരിക്കും. എന്റെ സൂരജ് ഇതുവരെ വന്നില്ലേ? എടി സൂരജ് വരില്ല. അവന്റെ വീട്ടിലെന്തോ പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പിടിച്ചിരുത്തിയേക്കുക. ഹോ, ഏത് പ്രേതത്തിനെയും കൂട്ടിയിട്ടാ താൻ പോയത്? എടി ഇവിടെ ശരിക്കും എന്തോ ഉണ്ട്. ഇല്ലാത്ത ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കാം. അല്ലേലും നിനക്ക് നല്ല മിടുക്കാം. 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട. ഓ, ഈ പ്രേതത്തിനെ കാണുന്നല്ലോ ഇവിടെയുള്ള പ്രേത. സാർ ഫുഡ്. സാർ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കണേ. ഓക്കെ. അല്ല പേയ്മെന്റ് ഓൾറെഡി പെയ്ഡ് സാർ. ഹലോ. സോറി ഡോക്ടറെ, തൽക്കാലം അവിടെ ഉള്ള അടുത്ത് എന്തെങ്കിലും ഫുഡ് ഉണ്ടായിരിക്കും. ഫുഡ് വരില്ല. ഡെലിവറി ചെയ്യാൻ വരുന്ന ആൾ ആക്സിഡൻറ്റ്. ഫുഡ് വന്നല്ലോ.